നമ്മുടെ നാട്ടിലെ പഴയ തറവാടുകൾക്കും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇടവഴികൾക്കും നമ്മളറിയാത്ത മറ്റൊരു മുഖമുണ്ട്. പകൽ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന ആ സുന്ദരമായ ഗ്രാമമല്ല രാത്രിയുടെ നിശബ്ദതയിൽ അവിടെ ഉണരുന്നത്. പലരും പറയാറുണ്ട്, പാതിരാത്രിയിൽ പനമ്പള്ളി മനയുടെ പടികടന്നു വരുമ്പോൾ ഒരു തരം തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചുകയറുമെന്ന്. അത് വെറുമൊരു കാറ്റല്ല, കാലങ്ങളായി ആ മണ്ണിൽ അലിഞ്ഞുചേർന്ന ഏതോ നോവുകളുടെ ഗന്ധമാണത്. സന്ധ്യ മയങ്ങിയാൽ പിന്നെ ആ മനയുടെ പറമ്പിലെ ഇലകൾ അനങ്ങുന്നത് കാറ്റുകൊണ്ടല്ല എന്ന് അവിടുള്ളവർ വിശ്വസിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അർദ്ധരാത്രിയിൽ അത്തരമൊരു വിജനമായ വഴിയിലൂടെ നടന്നിട്ടുണ്ടോ? ചുറ്റും ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ മാത്രം. ഇടയ്ക്ക് ദൂരെയെവിടെയോ ഒരു പട്ടിയുടെ ദീനമായ ഓരിയിടൽ കേൾക്കാം. പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടുപിന്നിൽ ഒരു കാൽപ്പെരുമാറ്റം. നിങ്ങൾ നിൽക്കുമ്പോൾ അത് നിൽക്കും. നിങ്ങൾ നടക്കുമ്പോൾ അത് വീണ്ടും തുടങ്ങും. പേടിച്ച് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ ഒന്നുമുണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ ആരോ തണുത്ത ശ്വാസം വിടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. പണ്ട് ആ തറവാട്ടിലെ തെക്കേപ്പറമ്പിൽ വെച്ച് കാണാതായ ഒരാളെക്കുറിച്ച് ഇന്നും നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അമാവാസ്യ രാത്രികളിൽ ആ പറമ്പിലെ കുളക്കടവിൽ ഒരു ചെറിയ വിളക്കു വെട്ടം തെളിയാറുണ്ടത്രേ. ആ വെളിച്ചം കണ്ട് അങ്ങോട്ട് ചെല്ലുന്നവർക്ക് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ചിലർ പറയുന്നത് ആ ഇരുട്ടിൽ ഒരു കൂട്ടം നിഴലുകൾ വട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ്. നമ്മൾ കാണാത്ത, നമ്മൾ വിശ്വസിക്കാത്ത ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുറിയുടെ വാതിലിന് പിന്നിലോ അല്ലെങ്കിൽ ജനാലയ്ക്കൽ ഇരുട്ടിലോ ആരെങ്കിലും നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാകുമോ? ശബ്ദം ഉണ്ടാക്കാതെ, അനങ്ങാതെ, നിശ്വസിക്കാതെ. അവർ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ജനാലകൾ ശരിക്കും അടച്ചിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. കാരണം ചില നിഴലുകൾക്ക് അകത്തേക്ക് വരാൻ ചെറിയൊരു വിടവ് മാത്രം മതി.